തൃശൂർ മെഡിക്കൽ കോളേജ് സബ്സ്റ്റേഷന്റെയും ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെയും നിർമ്മാണോദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. 33 kV സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർണ്ണമാകുന്നതോടെ മെഡിക്കൽ കോളേജിലെയും സമീപ പ്രദേശങ്ങളിലെയും വൈദ്യുത ആവശ്യകത കാര്യക്ഷമമായി നിറവേറ്റാനാകും. സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടെ മെഡിക്കൽ കോളേജിൽ നടപ്പാക്കുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്കും പുതിയ സജ്ജീകരണങ്ങൾക്കും ഏറെ ഗുണകരമാകും. ചടങ്ങിൽ സേവ്യർ ചിറ്റലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. അതിന്റെ റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായി കാണും 7,45,00,000 അല്ലെങ്കിൽ 40 ലക്ഷം രൂപ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി KSEB നമുക്ക് ഭരണാനുമതി നൽകുകയും ആ ഭരണാനുമതിയുടെ ഭാഗമായി ഒരു പ്രൊജക്റ്റിന് ഭരണാനുമതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും KSEBയുടെ കൈകളിൽ ഭൂമി ഉണ്ടാവണം, പ്രത്യേകിച്ച് ഈ സബ്സ്റ്റേഷനൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഭൂമി ഒരു പ്രധാന പ്രശ്നമായിരുന്നു. ഞാനൊരു 3 കൊല്ലം മുമ്പ് നിയമസഭയിലെ മെഡിക്കൽ കോളേജിൽ നിർമ്മാണം നടക്കുന്ന 10 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന അമ്മയും കുഞ്ഞും ബ്ലോക്കും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഈ വലിയ വികസന പ്രവർത്തനത്തിന് കഴിയുന്നതോടുകൂടി നമുക്ക് ഇവിടെ ഒരു സബ്സ്റ്റേഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞത് സ്ഥലം തന്നാൽ നമുക്ക് സബ്സ്റ്റേഷൻ അനുവദിക്കാം എന്നാണ്. ഞങ്ങൾ വലിയ പരിശ്രമം ആരംഭിച്ചു. KCBL ചീഫ് എഞ്ചിനീയർ കെ ശാന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCBL ഡയറക്ടർ P സുരേന്ദ്ര, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഹരിദാസ്, വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ PS ഇന്ദു, ചീഫ് എഞ്ചിനീയർ KS കൃഷ്ണകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ PK പ്രസാദ്, ബ്ലോക്ക് മെമ്പർ ബിന്ദു സോമൻ, വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ KR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ